ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പുതിയ വിഭവങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പേര് പാർവതി. ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നമ്മുടെ ഗിരിമാറി ചേട്ടനെ പരിചയപ്പെടുത്തുകയാണ്. ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വെറൈറ്റി വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. അപ്പൊ നമ്മള് വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായ ഉള്ളൊരു സാധനമാണ് പൊറോട്ട. ഹോട്ടലിൽ നിന്ന് മാത്രം മേടിച്ച് കഴിക്കുന്നത്. അത് വീട്ടമ്മമാർക്ക് എങ്ങനെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് ഹോട്ടലിലാകുമ്പോ നമ്മൾ കുറെ വീശി ഇതൊക്കെ കാണിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത് ബുദ്ധിമുട്ട്. അല്ലാതെ തന്നെ വീട്ടമ്മമാർക്ക് ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ വേണ്ട ഇൻഗ്രീഡിയൻസ് മൈദ, സോൾട്ട്, ഷുഗർ, എഗ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പാലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടെ സ്മൂത്ത് ആയിരിക്കും. ടേസ്റ്റ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. മുട്ടയും ഉദ്ദേശിക്കുന്നതിന്റെ ടേസ്റ്റും ഒരു ചെറിയ കളർ കിട്ടും, സ്മൂത്തൻസിനും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്ഗും ചേർക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും എഗ്ഗ് മാത്രം ഇട്ടാലും നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. നമ്മളിതിൽ ഓരോ സാധനങ്ങൾ ചേർക്കും തോറും അതിന് ടേസ്റ്റ് കൂടി വരും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മൈദ, അതായത് നമുക്ക് 1 കിലോയ്ക്ക് ഒരു സമയം നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കുന്ന രീതിയിലുള്ള പൊറോട്ടയാണെങ്കിൽ ഒരു 15 1 കിലോയ്ക്ക് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വീട്ടുകളിലേക്ക് അത്രയും വലുത് വേണ്ട. അപ്പൊ ഇച്ചിരി ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് ശകലം ഷുഗറാണ്. 2 സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കളറിന് വേണ്ടി മാത്രമാണ്. ഉപ്പ് ആവശ്യത്തിന്. മുട്ട വേണം. നമ്മൾ ഇത് നന്നായിട്ട് വെള്ളം കൂടെ ഒഴിച്ച്, അല്ല പച്ച. ഇത് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴയ്ക്കണം. അപ്പൊ നമുക്ക് ഈ മാവ് നല്ല രീതിയിൽ നല്ല ഇതായി ഇരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഈ മാവ് ഒന്ന് റെഡി ആവുന്നത്. ഇത് നമ്മള് ഇത് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കും. നമ്മൾ കുഴച്ച് കുറച്ചു നേരം വെച്ചു. ഒന്നും കൂടെ നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ ഇതൊന്നും കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും പൊറോട്ട. മാവ് നമുക്ക് തൊടുമ്പോൾ കാണാൻ പറ്റും നല്ല മിനുസമായിട്ട്. നമ്മളിത് നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം. വെച്ചു വീണ്ടും എടുത്ത് കുഴച്ച് ഇനിയും കുറച്ചു നേരം കൂടെ ഇരിക്കണം. ഒരു 5 മിനിറ്റും കൂടെ ഇരിക്കണം. നല്ലോണം കുഴച്ച് കഴിഞ്ഞിട്ട് മാവ് എത്രത്തോളം നല്ല രീതിയിൽ കുഴയ്ക്കുന്നോ പൊറോട്ട അത്രത്തോളം സ്മൂത്ത് ആയിട്ട് കിട്ടും. ഹോട്ടലുകളിലൊക്കെ നമ്മളിപ്പോ എല്ലായിടത്തും മെഷീനായി കുഴയ്ക്കാൻ. മെഷീനിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ഇതുപോലെ മേശപ്പുറത്തിട്ട് ഒന്ന് ചുമ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നമ്മൾ ഇതിന് ശകലം നമ്മൾ ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ആണ്. ഇതില് നമുക്ക് ഡാൽഡ വേണമെങ്കിൽ ആഡ് ചെയ്യാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം. പക്ഷെ അത് തന്നെ മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റ് 5 മിനിറ്റെങ്കിലും ഇരിക്കണം. ഇരുന്നതിന് ശേഷം നമ്മൾ പിടിക്കുന്നത് ഒന്നും കൂടെ മാവ് കുഴച്ച് വെച്ചാൽ അത് നമുക്ക് ഇത് കട്ട് ചെയ്ത് ബോളാക്കി എടുക്കണം. അതായത് ബോളാക്കുന്ന പറഞ്ഞാൽ ഇത് 2 പൊറോട്ടയ്ക്കാണ്. 2 അത് നമ്മള് വീശിയെടുക്കുമ്പോ അത് നമ്മള് വീശുന്നതിന്. അല്ലാത്തത് ഞാന് ഈ ചപ്പാത്തി പോലെ പാത്തി ഉണ്ടാക്കുന്നതിന് സിംഗിൾ ബോൾ പിടിക്കാം. അത് ലാസ്റ്റ് പിടിച്ചപ്പോലെ പ്രത്യേക രീതിയിലല്ലേ ബോളാക്കും. ബോള് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ആദ്യം വീട്ടമ്മമാർക്കുള്ള ചപ്പാത്തി രൂപത്തിൽ അല്ലേ? അതായത്
വീട്ടമ്മമാർക്ക് വീശാതെ തന്നെ നമുക്ക് പൊറോട്ട ചുറ്റുന്ന ഒരു രീതി. അത് നമ്മൾ നല്ല രീതിയിൽ ചപ്പാത്തി പരത്തുന്ന പോലെ. നമ്മള് ചപ്പാത്തി നമ്മള് പൊടി ഇട്ടിട്ടാണ്. ഇത് എണ്ണ സൺഫ്ലവർ ഓയിൽ പരമാവധി നൈസായിട്ട് പരത്തും. നമ്മള് ഈ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പൊറോട്ടയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ നല്ല ലെയറായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അത് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണി മാവ് മുകളിൽ ഇങ്ങനെ. അതായത് നമുക്ക് ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ഞൊറിയാന്നറിയാമല്ലേ. വീട്ടന്മാർക്ക് ഞൊറിയാൻ പെട്ടെന്ന് സാരി കൊടുക്കുന്നവർക്ക് എളുപ്പമാണല്ലോ. അപ്പൊ അങ്ങനെ ഞൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിപ്പോ പൊറോട്ടയുടെ ഒരാളില്ല അല്ലേ. ഇതുപോലെ നമ്മൾ ഇതെല്ലാം ഇതുപോലെ ചെയ്ത് വീട്ടിലുണ്ടാക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ ആകുമ്പോ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്ക് ഇതും ചെയ്യാം. ഞങ്ങളെ പോലുള്ളവർക്കൊരു പുതിയ അറിവാണ്. അപ്പൊ നമ്മുടെ പൊറോട്ട എല്ലാം കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കണം. പൊറോട്ട ചൂടായി തോന്നുന്നുണ്ട്. വീട്ടുകളിലേക്ക് ലേഡീസിനൊക്കെ ആകുമ്പോ കൈ കൊണ്ട് തട്ടിയിടാനൊക്കെ പാടായിരിക്കും. അപ്പൊ ചപ്പാത്തി പരത്തുന്ന പോലെ പൊറോട്ട ഇത് ഇങ്ങനെ പരത്തി ഇടുമ്പോ ഒരുപാട് അങ്ങ് നൈസ് ആവരുത് കേട്ടോ. ശകലം പറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത് കിട്ടത്തില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ശകലം എണ്ണ പരത്തണം, പക്ഷെ ഒരുപാട് നൈസാണ്. നല്ല മുരിഞ്ഞു വരുന്നുണ്ട്. ഹോട്ടലുകളിൽ ചില സ്ഥലങ്ങളിൽ ഒരു സൈഡ് കൂടുതൽ വേവിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കാൻ എളുപ്പത്തിന് വേണം. പക്ഷെ മൈദ ശരിക്കും വെന്താലേ അതിന്റെ ദോഷമില്ലാതെ നല്ല വേവിക്കും. മൈദ പൊതുവെ നല്ലതല്ലെങ്കിൽ പോലും അത് നല്ലോണം വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇത് മൂന്നാലെണ്ണം അടുപ്പിച്ച് വെക്കുമ്പോൾ ഒന്നും കൂടെ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോ ചെറിയ പൊറോട്ടയാണ്. നമുക്ക് വീട്ടില് ആ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എടുത്ത് നോക്കും. നല്ല സ്മൂത്ത് അല്ലേ? നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് നല്ല ചിക്കൻ്റെ കൂടെയോ ബീഫ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഉണ്ടാക്കുന്ന രീതി ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വീശിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാവുന്ന പോലെ ഉണ്ടാക്കാമെന്ന് ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.